അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദി ഹിസ്റ്ററി ലെസൺ എന്ന് പറയുന്ന ഒരു പോമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ റൂട്ടാണോ അതോ ബ്രാഞ്ചസ് ആണോ? തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് പുട്ട് യുവർ ആൻസർ ഇൻ ദ കമൻറ്റ് ബോക്സ്. ജീനറ്റ് ആംസ്ട്രോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാസ് ബോൺ ഇൻ 1948 ഓൺ ദ ഒക്കാനഗൻ റിസർവ് ഇൻ ബ്രിട്ടീഷ് കൊളംബിയ. അപ്പോൾ ഒക്കാനഗൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാകൃത മനുഷ്യന്മാരുടെ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഒരു ഇതിലാണ് നമ്മുടെ ജീനറ്റ് ആംസ്ട്രോങ് 1948 ജനിച്ചിട്ടുള്ളത്. ഷി റിസീവ്ഡ് എ ഡിപ്ലോമ ഓഫ് ഫൈൻ ആർട്സ് ഫ്രം ഒക്കാനഗൻ കോളേജ് ആൻഡ് എ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് വിക്ടോറിയ. Armstrong's main goal in writing is to educate young people about native culture and history. അപ്പോൾ ഇവരുടെ ഒരു ഏറ്റവും വലിയ ആംസ്ട്രോങ്ങിൻ്റെ ഏറ്റവും വലിയൊരു എയിം എന്താണെന്ന് വെച്ചാൽ യങ് ജനറേഷനെ ഇവരുടെ നാറ്റീവ് കൾച്ചറിനെ കുറിച്ചിട്ടും മറ്റും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പൗരാണികമായിട്ടുള്ള ചിന്താഗതികൾ, അവരുടെ സംസ്കാരങ്ങൾ, അതൊക്കെ യങ് ജനറേഷനിലേക്ക് എത്തിക്കാം എന്നൊരു ഗോളാണ് ആംസ്ട്രോങ്ങിൻ്റെ ലൈഫിലുള്ളത്. ഷീ ഈസ് ദ ഡയറക്ടർ ഓഫ് ദി എനോക്കിൻ Center, a cultural and educational organization operated by the Okanagan Nation. The history lesson. ജീനറ്റ് ആംസ്ട്രോങ്ങിൻ്റെ ഹിസ്റ്ററി ലെസൺ എഴുതാൻ എന്താണ് കാരണം എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസർ: ആംസ്ട്രോങ് ഇംബഡ്സ് ദ തീം ഓഫ് ഹിസ്റ്ററി ത്രൂ ഔട്ട് ഹെർ പോം ടു ഫർദർ എംഫസൈസ് ഹെർ സ്റ്റാൻഡ്സ് ഓൺ ദ അസിമിലേഷൻ ഓഫ് ദി ഇൻഡിജീനിയസ് പീപ്പിൾ വിത്ത് ദ റെസ്ട്രിക്റ്റിംഗ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് എഫക്ട്സ് ദ ഏർലി സെറ്റിലർ ഹാഡ് ഓൺ ദം ത്രൂ ഔട്ട് ഹിസ്റ്ററി. അപ്പോൾ ആംസ്ട്രോങ് ഈ ഒരു ഹിസ്റ്ററി ലെസൺ എന്ന് പറയുന്ന ഈ ഒരു ഇതിലൂടെ എന്താണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇവരുടെ മിക്ക പോംസിലും തീമായിട്ട് വരുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് പ്രാകൃത മനുഷ്യർ ഇൻഡിജീനിയസ് പീപ്പിളിന് ഈ ഒരു റെസ്ട്രിക്ഷൻസും അതുപോലെ ഡിസ്ട്രക്റ്റീവ് എഫക്റ്റ് ഓഫ് ദി ഏർലി സെറ്റിലേഴ്സ്, അതായത് പണ്ട് കാലങ്ങളിൽ അവിടെ കുടിയേറി പാർത്ത അല്ലെങ്കിൽ അവിടെ പല ആവശ്യങ്ങൾ കൊണ്ട് പല ലക്ഷ്യങ്ങൾ കൊണ്ട് അവിടെ സെറ്റിലായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇവരെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കുകയും അതുപോലെ നശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഈ പോയത്തിലൂടെ ജീനറ്റ് ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹിസ്റ്ററി ലെസണിൻ്റെ what is the poem history lesson by Jeanette Armstrong about? The name of those verses in history lesson and the writer is an Aboriginal poet, Jeanette C. Armstrong. Aboriginal poet എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രഡീഷണൽ കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പോയിറ്റാണ് Jeanette C. Armstrong. The poem is about the colonization of North America by the European from the Aboriginal point of view. അപ്പോൾ ഒരു അബോറിജിനലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ നോർത്ത് അമേരിക്കനെ കോളനൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് യൂറോപ്പ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഒരു അബോറിജിനലിൻ്റെ കണ്ണിലൂടെ ആണ് പോയിറ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. മീൻസ് അബോറിജിനൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രഡീഷണൽ വാല്യൂസും കൾച്ചേഴ്സൊക്കെ മുറുകെ പിടിക്കണ പ്രാകൃത മനുഷ്യൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗണത്തിൽ വരുന്ന ഒരു പോയിറ്റാണ്. അവരുടെ ട്രഡീഷനിൽ വളരെയധികം പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി ലെസൺ എന്ന ലൈൻസ് നോക്കാം. ഔട്ട് ഓഫ് ദി ബെല്ലി ഓഫ് ക്രിസ്റ്റഫേഴ്സ് ഷിപ്പ് എ മോബ് ബേഴ്സ്റ്റ് running in all direction, pulling furs of animals, shooting buffaloes, shooting each other left and right. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം ഒരു വയലൻസ് ഫീലാണ് വരുന്നത്. ആംസ്ട്രോങ് നരേറ്റ്സ് ദ ഇവൻറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് എ തേർഡ് പേഴ്സൺ സ്റ്റോറി ടെല്ലർ. അപ്പോൾ ഇതിൻ്റെ അപ്രീസിയേഷൻ പറയുകയാണെങ്കിൽ ഇത് ഒരു തേർഡ് പേഴ്സൺ സ്റ്റോറി ടെല്ലറിൻ്റെ കണ്ണിലൂടെയാണ് ആംസ്ട്രോങ് ഈ വരികൾ പറയുന്നത്. ഡീറ്റെയിലിംഗ് ദ ഹോസ്റ്റൈൽ കമ്മിങ് ഓഫ് ക്രിസ്റ്റഫർ കൊളംബസ് വിത്ത് ദ പെർസ്പെക്റ്റീവ് ഓഫ് ഏർലിയർ ജനറേഷൻ ഓഫ് ഫസ്റ്റ് നേഷൻ പീപ്പിൾ ഇൻ മൈൻഡ്. അപ്പോൾ ഈ ക്രിസ്റ്റഫർ കൊളംബസ് ഇവിടെ ഒരു ശത്രുവിനെ പോലെയാണ് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യണത്. അപ്പോൾ ഇയാളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ പെർസ്പെക്റ്റീവ് ഓഫ് ഏർലി ജനറേഷൻസ് ഓഫ് ഫസ്റ്റ് നേഷൻ പീപ്പിൾ ഇൻ മൈൻഡ്. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ആരാണുള്ളത്? ഫസ്റ്റ് നേഷൻ പീപ്പിൾ ഇൻ മൈൻഡ്. അവരെ മനസ്സിൽ വെച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. Father meanwhile waves his makeshift wand, forgives saucer-eyed Indians. Red-coated knights gallop across the prairie to get their men and to build a new world. Pioneers and traders bring gifts, small boxes, seagrams and Rice Krispies. The line is also ironic as that Europeans did bring gifts. ഈ ലൈൻസിൽ എന്ത് കാണാം നമുക്ക്? ഐറണി, അതായത് വിരോധാഭാസം. എന്താണ്? അവർ തീർച്ചയായിട്ടും യൂറോപ്യൻസ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഡിസീസസ് ആൻഡ് ഇറ്റ് കിൽ ദ ഇൻഡിജീനിയസ് പീപ്പിൾ. പക്ഷെ അതെന്തായിരുന്നു? രോഗങ്ങളുടെ ഫോമിലായിരുന്നു, രോഗങ്ങളുടെ രൂപത്തിലായിരുന്നു. അതെന്ത് ചെയ്തു?
പ്രാകൃത മനുഷ്യനെ, അതായത് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പരമ്പരാഗതരായിട്ടുള്ള മനുഷ്യരെ എന്ത് ചെയ്തു, കൊന്നുകളഞ്ഞു എന്ന ഈ ലൈൻസ് പറയുന്നത്. ഒരു തേർഡ് പേഴ്സൺ സ്റ്റോറി ടെല്ലറിൻ്റെ കണ്ണിലൂടെയാണ് ആംസ്ട്രോങ് ഈ ഒരു പോം നരേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വന്നിട്ടുള്ളത് ഏത് പെർസ്പെക്റ്റീവോട് കൂടിയിട്ടാണ്? ഹോസ്റ്റൽ കമ്മിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശത്രുതയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അയാളുടെ മനസ്സിലെന്താണ്? ഫസ്റ്റ് നേഷൻ പീപ്പിൾ ഇൻ മൈൻഡ്. ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ഈ ഒരു സംസ്കാരത്തിലുള്ള ആളുകളെ മനസ്സിൽ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദ പോം ബിഗിൻസ് emphasize the hostile intention of the European settler during the given time. അപ്പോൾ ഈ ഒരു പോം ഊന്നി പറയുന്നത് യൂറോപ്യൻ സെറ്റിലേഴ്സിൻ്റെ ആ ഒരു ഇൻറ്റൻഷനെ കുറിച്ചിട്ടാണ്, അവരുടെ എന്തുദ്ദേശിച്ചിട്ടാണ് ഇവിടെ വന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ലൈൻസ് നമ്മൾ വായിച്ചതാണ്. ഔട്ട് ഓഫ് ദി ബെല്ലി ഓഫ് ക്രിസ്റ്റഫർ ഷിപ്പ് എ മോബ് ബേഴ്സ്റ്റ് റണ്ണിങ് ഇൻ ഓൾ ഡയറക്ഷൻ പുള്ളിങ് ഫേഴ്സ് ഓഫ് animal shooting buffalo, shooting each other left and right. ഇതായിരുന്നു ഫസ്റ്റ് ലൈൻസ് അല്ലേ. ആംസ്ട്രോങ് ഇൻട്രൊഡ്യൂസ് ദ റീഡർ ടു ദ ബഫലോ ഹണ്ട് ബൈ ദ കനേഡിയൻ ഗവൺമെൻറ്, the role of the clergy, the role of the British Red Cross in the 7 years of war, the introduction of disease and alcohol, and the genocide of the indigenous people and the loss of their civilization. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ലൈൻസിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമ്മളോട് എന്താണ് ആംസ്ട്രോങ് പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ആ ഒരു ബഫലോ ഹണ്ടിങ് ബൈ ദ കനേഡിയൻ ഗവൺമെൻറ്, അതുപോലെ ദ റോൾ ഓഫ് ദി ക്ലർജി, സമൂഹത്തിൽ ഉന്നതരായിട്ട് നിൽക്കുന്ന അല്ലേ, അവർ യൂറോപ്യൻ ക്ലർജികളുണ്ട്, അവരുടെ റോൾ, അവരെങ്ങനെയാണ് ഇവരെ ഡിസ്ട്രക്റ്റ് ചെയ്തത്. ദ റോൾ ഓഫ് ദി ബ്രിട്ടീഷ് റെഡ് കോട്ട്സ് ഇൻ ദ 7 years ഓഫ് വാർ, 7 വർഷം നീണ്ടു നിന്നിട്ടുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷ് റെഡ് കോട്ട്സിൻ്റെ റോൾ എന്തായിരുന്നു? ദി ഇൻട്രഡക്ഷൻ ഓഫ് ഡിസീസ് ആൻഡ് ആൽക്കഹോൾ, മുന്നത്തെ വരിയിൽ നിന്ന് നമുക്ക് കിട്ടിയത് അല്ലേ. അതുപോലെ അവർ വന്നിട്ട്, യൂറോപ്യൻകാർ വന്നിട്ടാണ് അത്ര ഇവരുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്മോൾ പോക്സ് പോലത്തെ ഡിസീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ ആളുകളുടെ മൊത്തത്തിൽ ഫിനാൻഷ്യലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ നശിപ്പിക്കുന്ന ആൽക്കഹോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവർ വന്നിട്ടാണെന്ന്. ആൻഡ് ദ ജിനോസൈഡ് ഓഫ് ദി ഇൻഡിജീനിയസ് പീപ്പിൾ ആൻഡ് ദ ലോസ് ഓഫ് ദയർ സിവിലൈസേഷൻ. ജിനോസൈഡ് എന്ന് പറഞ്ഞാൽ വംശഹത്യ. ഇൻഡിജീനിയസ് പീപ്പിളിനെ മൊത്തത്തിലായിട്ട് തെരഞ്ഞു പിടിച്ചിട്ട് അവർ വംശഹത്യ നടത്തി എന്നാണ് പറയുന്നത്. അതുമൂലം എന്തുണ്ടായത്? അവരുടെ സിവിലൈസേഷൻ മൊത്തത്തിലായിട്ട് തകർന്നു എന്നാണ് പറഞ്ഞത്. നാഗരികത, അവരുണ്ടാക്കിയ സംസ്കാരം അത് ഇല്ലായ്മ ചെയ്തെന്നാണ് പറയുന്നത്. ഇൻ എസെൻസ് ഡെപിക്റ്റിംഗ് ദ നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇമ്പീരിയലിസം ആൻഡ് കോളനൈസേഷൻ ഓഫ് ദി ഇൻഡിജീനിയസ് പീപ്പിൾ ഓഫ് കാനഡ. ചുരുക്കത്തിൽ ഇതിലെന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? എല്ലാ നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ് അല്ലേ, നെഗറ്റീവായിട്ട് ഈ ഒരു സാമ്രാജ്യത്വം അല്ലേ, സാമ്രാജ്യത്വം കൊണ്ട് നഷ്ടപ്പെട്ട കനേഡിയൻ പീപ്പിളിൻ്റെ ഒരു സിവിലൈസേഷൻ, അതേപോലെ തന്നെ കൊളോനൈസേഷൻ എങ്ങനെ അവർ മോശമായിട്ട് ബാധിച്ചു, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ടോൺ എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ടോൺ ഓഫ് ഹിസ്റ്ററി ലെസൺ ജീനറ്റ് ആംസ്ട്രോങ്, റിട്ടൺ ബൈ ജീനറ്റ് ആംസ്ട്രോങ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വരുന്നത് ദിസ് ഡിസ്ക്രൈബ്സ് ദ ടോൺ ഓഫ് ദി പോം ഈസ് വെരി സീരിയസ്, വാസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ ദാറ്റ് ദ Aboriginals and Europeans were in, which showcased the poem telling a story about what happened that day. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ ഇതിൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആണ്. ഇതിൽ കാണിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനെ കുറിച്ചിട്ടാണ്, ഏറ്റവും മോശപ്പെട്ട ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടാണ്. അബോറിജിനൽസും യൂറോപ്യൻസും എന്താണ് നമുക്ക് കാണിക്കാൻ പറ്റിയത്, ആ ഒരു ദിവസത്തെ കഥയാണ് പറയുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് ഇവിടെ പോയത്തിലൂടെ പറയുന്നത്. സിവിലൈസേഷൻ ഹാസ് റീച്ച്ഡ് ദ പ്രോമിസ്ഡ് ലൈൻ. നെക്സ്റ്റ് ലൈനാണ് പോയത്തെ ലൈനാണ്. സിവിലൈസേഷൻ ഹാസ് റീച്ച്ഡ് ദ പ്രോമിസ്ഡ് ലൈൻ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്ക് വന്നപ്പോഴും അവരും പറഞ്ഞെന്താണ്, നമ്മളെ കുറച്ചുകൂടി കൾച്ചേർഡുള്ള ആൾക്കാരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലോകത്തേക്ക് വരുന്നതെന്ന്. തീർച്ചയായും വിദ്യാഭ്യാസത്തിലൊക്കെ ബ്രിട്ടീഷുകാർ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അതിന് അപ്പുറം അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ലൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ, കൊള്ളയടിച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അതൊക്കെ വീണ്ടും ഗെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൽ വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദി പോം ഹിസ്റ്ററി ലെസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ, ദ പോം ഹിസ്റ്ററി ലെസൺ റെപ്രസെൻറ്റ്സ് ദ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ ഓഫ് റേസിസം ഡ്യൂറിങ് ദ 1960s. അപ്പോൾ 1960s നടന്നിട്ടുള്ള ആ ഒരു റേസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്.
The poet compares two pictures highlighting the existence of segregation between white people and people of color. അപ്പോൾ വൈറ്റ് പീപ്പിളും പീപ്പിൾ ഓഫ് കളർ എന്ന് പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് തൊലി കറുത്ത ആളുകളെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ തമ്മിലുള്ള ആ ഒരു റേസിസം അതുപോലെ സെഗ്രിഗേഷനൊക്കെ. റേസിസം മീൻസ് വംശീയത എന്നൊക്കെ പറയില്ലേ, വംശീയത, അതായത് ഞങ്ങളുടെ വംശം നിങ്ങളുടെ വംശം, ഹിന്ദു മുസ്ലിം അങ്ങനെ പലതിൻ്റെ പേരിൽ, കളറിൻ്റെ ബേസിൽ എന്തിൻ്റെങ്കിലൊക്കെ ബേസിൽ നമ്മൾ വംശീയത ഉണ്ടാക്കുക നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ ഒരു വംശീയതയും പിന്നെന്താണ് സഗ്രിഗേഷൻ മീൻസ് വേർതിരിവ്, ഒറ്റ തിരിച്ചിട്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുക അല്ലേ. അപ്പോൾ എന്താണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊക്കെ ന്യൂനപക്ഷമാണ്, അനുഭവിച്ചേ തീരുമെന്ന്. പക്ഷെ ഞങ്ങളൊക്കെ എന്താണ്, മനുഷ്യരാണ്. മനുഷ്യന്മാർ പരസ്പരം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരാം, പക്ഷേ പരസ്പരം കോപ്പറേഷനോട് കൂട്ടുക. കാരണം പണ്ട് ഞങ്ങളുടെ മലയാള ടെക്സ്റ്റിലൊരു കഥ ഉണ്ടായിരുന്നു, ശങ്കരാചാര്യറിന് ചണ്ടാലൻ പഠിപ്പിച്ച കഥ എന്ന് പറഞ്ഞിട്ട്. ജ്ഞാനപീഠം കയറാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യർ പോവുകയാണ്. ആ ഒരു ടൈമിൽ നേരെ മുന്നിൽ രഥത്തിൽ ഇദ്ദേഹം പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ചണ്ടാലൻ വന്ന് നിൽക്കുകയാണ്. ചണ്ടാലൻ മീൻസ് താഴ്ന്ന കാസ്റ്റിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ചണ്ടാലനോട് വഴി മാറി പോകാൻ പറയാണ്. അപ്പോൾ ചണ്ടാലൻ ഒരുപാട് ചോദ്യങ്ങൾ ശങ്കരാചാര്യരോട് ചോദിക്കുന്നുണ്ട്. നിൻ്റെ ശരീരം മുറിഞ്ഞാലും എൻ്റെ ശരീരം മുറിഞ്ഞാലും ചോര വരും, അതുപോലെ എനിക്കും വിശപ്പുണ്ട് നിനക്കും വിശപ്പുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ദാഹമുണ്ട്. അങ്ങനെ ഒരുപാട് കോമൺ ഫീച്ചേഴ്സ് എടുത്തെടുത്തിട്ട് പറയും. ലാസ്റ്റ് ശങ്കരാചാര്യന് തൻ്റെ തെറ്റ് മനസ്സിലായിട്ട് ചണ്ടാലനോട് മാപ്പ് പറയുന്നതും, ചണ്ടാലൻ വേഷം മാറി വന്നിട്ടുള്ള വിഷ്ണു ആണോ, കുറേ പണ്ട് കേട്ടിട്ടുള്ള കഥയാണ്, ഓർമ്മയില്ല, വേഷം മാറിയിട്ടുള്ള ഒരു ദേവനായിരുന്നു. അങ്ങനെ ചണ്ടാലൻ ഈ ഒരു പാഠം പഠിപ്പിച്ചിട്ട്, കാരണം ഈ ഒരു പാഠം പഠിക്കാതെ ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം കയറാനുള്ള അർഹത ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പാഠം പഠിപ്പിക്കാൻ വന്ന കഥയൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ ടെക്സ്റ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള പല ഇൻഫോർമേഷൻസും ടെക്സ്റ്റിലൊക്കെ മിസ്സിങ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു കാര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള മൊറാലിറ്റി കൊണ്ടുവരുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ടെക്സ്റ്റിൽ, എല്ലാ ടെക്സ്റ്റുകളിലല്ല എങ്കിലും ചില ടെക്സ്റ്റിലൊക്കെ മിസ്സിങ് ആയിട്ട് തോന്നാറുണ്ട്. അടുത്ത ലൈൻസ് നോക്കാം. ബിറ്റ്വീൻ ദ സ്നാപ്പ് ക്രാക്കിൾഡ് പോപ്പ് of smokestacks and multicolored rivers swelling with flowers paved sea are farmers sowing skulls and bones and miners pulling from gaping holes green paper faces of a smiling English lady, the Colossi, in which they trust while burying breathing forest and fields beneath concrete and steel stand shaking fists waiting to mutilate wall civilizations 10 generations at a blow. The poem also touches on an important moment in Canadian history in the 7 years of war. അപ്പോൾ നമ്മൾ ഈ ലൈൻസിൽ കാണാൻ പറ്റുന്നത് അല്ലേ, 7 years of വാറിൽ കനേഡിയൻ ടച്ച് ചെയ്തിട്ടുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ് ഉണ്ട്, അത് ഈ ലൈൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. വിച്ച് അൾട്ടിമേറ്റ്ലി എൻഡഡ് വിത്ത് ഫ്രാൻസ് ഗിവിങ് ദ ഓണർഷിപ്പ് ഓഫ് കാനഡ ടു ബ്രിട്ടൻ. ഈ ഒരു 7 years of വാർ എൻഡ് ചെയ്യുന്നത് ഫ്രാൻസ് അതിൻ്റെ ഓണർഷിപ്പ്, കാനഡയുടെ ഓണർഷിപ്പും ബ്രിട്ടന് കൈമാറിക്കൊണ്ടാണ്. ദിസ് ആക്ഷൻ ക്രിയേറ്റഡ് മോഡേൺ ഡേ കാനഡ ലെഡ് ബൈ ബ്രിട്ടൻ ആൻഡ് ദ അസിമിലേഷൻ ഓഫ് ദി ഇൻഡിജിനിയസ് പീപ്പിൾ. അസിമിലേഷൻ മീൻസ് സ്വാംശീകരണം, അതായത് ഇൻഡിജീനിയസ് പീപ്പിളിനും കൂടിയും ഇതിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണ കനേഡിയൻ, പുതിയ കാനഡൻ, മോഡേൺ ഡേ കാനഡൻ്റെ ഭാഗമാക്കി, മോഡേൺ ഡേ കാനഡയുടെ ഭാഗമാക്കിയിട്ട് മാറ്റണ ആ ഒരു ഇതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അവരെ ഏകീകരണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ കംപ്ലീറ്റ് കൾച്ചർ നശിപ്പിച്ചുകൊണ്ട് മോഡേൺ കാനഡയുടെ ഭാഗമാക്കുക. ഇൻ അഡീഷൻ പേഴ്സോണിഫിക്കേഷൻ ഇസ് ഡിസ്പ്ലൈഡ് ത്രൂ ദ ലൈൻ ബ്രീത്തിങ് ഫോറസ്റ്റ് ആൻഡ് ഫീൽഡ്സ് ബെനീത്ത് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. അപ്പോൾ ഈ ലൈൻസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, പേഴ്സോണിഫിക്കേഷൻ കാണാൻ പറ്റും. ഷീ ഈസ് ഡിസ്ക്രൈബിംഗ് ദ ലൈഫ് ആൻഡ് ഫ്രഷ്നെസ് ദ ലാൻഡ് ഹാഡ് ബിഫോർ യൂറോപ്യൻസ് കേം ആൻഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് ഇറ്റ്. അപ്പോൾ ഈ വരികളിൽ നമുക്ക് എന്താ കാണുന്നത് വെച്ചാൽ ആ ഒരു ലൈഫ്, ആ ലൈവ്ലി ആയിട്ടുള്ള ജീവിതം, അതുപോലെ ആ ഒരു നാട്ടിലുണ്ടായിരുന്ന ഫ്രഷ്നെസ്, യൂറോപ്യൻകാർ ഇൻഡസ്ട്രിയലൈസേഷൻ ഈ ഒരു കാനഡയിൽ കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ അവർ അനുഭവിച്ചിരുന്ന ഒരു സ്വസ്ഥത ഉണ്ട്, ശാന്തത ഉണ്ട്, അതിനെക്കുറിച്ചിട്ടൊക്കെ പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട് ഈ ലൈൻസിൽ. അനദർ വേ ഷീ ഇൻഫോംസ് ദ റീഡർ ഓഫ് കൊളനൈസേഷൻ ഈസ് ത്രൂ ടോൺ. കൊളനൈസേഷൻ എന്ത് കൊടുത്തു എന്നുള്ളത് അവരുടെ ആ ഒരു ടോണിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടെന്നാണ് പറയുന്നത്. Armstrong's poem continually displays information to the reader that depicts the European role in the dominance of the
indigenous people culture through connotation, figurative language and tone. കൊണോട്ടേഷൻസ് മീൻസ് വ്യംഗ്യാർത്ഥം, അതുപോലെ ഫിഗറേറ്റീവ് ലാംഗ്വേജ് മീൻസ് അലങ്കാരപൂർണ്ണമായിട്ടുള്ള ഭാഷയിലൂടെ വളരെ രസത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഷീ റൈറ്റ്സ് ഗ്രീൻ പേപ്പർ ഫേസസ് ഓർ ഓഫ് എ സ്മൈലിംഗ് ഇംഗ്ലീഷ് ലേഡി. ഈ ലൈൻസുകൾ നിങ്ങൾ ആ ഒരു പോയത്തിൽ കണ്ടിട്ടുണ്ടാവും. വിച്ച് ഈസ് ആൻ അലൂഷൻ ടു ദി മൊണാർക്കി ആൻഡ് ക്യൂൻ എലിസബത്ത് പവർ ഇൻ നോർത്ത് അമേരിക്ക ത്രൂ മനി. അപ്പോൾ ഈ ഒരു ലൈൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു അലൂഷനാണ്. എക്സാമ്പിൾ അല്ലെങ്കിൽ സൂചിത കഥ എന്നൊക്കെ പറയില്ലേ, അലൂഷൻ ഓഫ് ദി മൊണാർക്കി ആൻഡ് ക്യൂൻ എലിസബത്ത്, അത് അവരുടെ സ്വച്ഛാധിപത്യം അല്ലേ, മൊണാർക്കി ആ ഒരു ഭരണപരിഷ്കാരങ്ങൾ, ആൻഡ് ത്രൂ മണി, അതെങ്ങനെയാണ് അവർക്ക് സമ്പത്തുണ്ട് അല്ലേ, കാശ് കൊണ്ട് അവർ എങ്ങനെ ഒരു സ്വച്ഛാധിപതിയായ ക്യൂൻ എലിസബത്തിൻ്റെ പവർ ഇൻ നോർത്ത് അമേരിക്കയിലാണ് ഈ ഒരു വരികളിലൂടെ പറയുന്നത്. ക്യൂൻ എലിസബത്ത് എങ്ങനെ അവർ അടക്കി ഭരിച്ച് അവർ മണി പവർ കൊണ്ട്, അവരുടെ പൈസയുടെ ഹുങ്ക് കൊണ്ട് ഇവരെങ്ങനെ അടക്കി നിർത്തി എന്നത് ഇതിൽ ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട്. Instead, they had many disagreements, which caused the partial destruction of their whole culture. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഒരുപാട് തരത്തിലുള്ള ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് അറിയാം എന്താണ്, ഒരു നാട് പിടിച്ചടക്കാൻ വരുമ്പോൾ തീർച്ചയായും ആരും സന്തോഷത്തോടു കൂടി അതിന് കീഴടക്കി കൊടുക്കില്ല. അതുകൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ വരാറുണ്ട്. അത് ഈ ഒരു ഹിസ്റ്ററി പോം എന്നുള്ള ഈ ഒരു പോത്തിൽ പറയുന്നുണ്ട്. ടു പോർട്രേ ദ ഡിസ്ട്രക്ഷൻ ദാറ്റ് ദ ഫസ്റ്റ് യൂറോപ്യൻ settlers had on the indigenous way of life through various points in history. ഇപ്പോൾ ചരിത്രത്തിലെ പല താളുകളിൽ നിന്ന് എടുത്തിട്ട് അവർ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇൻഡിജീനിയസ് പീപ്പിളിനെ യൂറോപ്യൻ സെറ്റിലേഴ്സ് നശിപ്പിച്ച് എന്നത് പറയുന്നുണ്ട്. Somewhere among the remains of skinless animals is the termination to a long journey and unholy search for the power. Glimpses in a garden forever closed, forever ലോസ്റ്റ്. അപ്പോൾ ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട് അല്ലേ. ഓൾ ദീസ് എക്സാമ്പിൾസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഗോസ് അലോങ് വിത്ത് ദ ടൈറ്റിൽ ഓഫ് ദി പോം. ഇതിൽ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതാ ടൈറ്റിൽ ഓഫ് ദി പോയത്തിൻ്റെ കൂടെ പോകുന്നുണ്ട്. ദ പോം ഈസ് എ ഹിസ്റ്ററി ലെസൺ ഓഫ് ദി അൺഇക്വിറ്റബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഇൻഡിജീനിയസ് ഓഫ് കാനഡ ആൻഡ് ദി യൂറോപ്യൻസ്. അപ്പോൾ ഒരു തരത്തിലും ഈ ഒരു ഇൻഡിജീനിയസ് പീപ്പിൾ യൂറോപ്യൻ പീപ്പിളിനായിട്ട് പൊരുത്തമുണ്ടായിരുന്നില്ല. എങ്കിലും ചരിത്രം പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ആംസ്ട്രോങ് യൂസസ് ദ തീം ഓഫ് ഹിസ്റ്ററി ടു പോർട്രേ ദ ഡിസ്ട്രക്ഷൻ ദാറ്റ് ദ ഫസ്റ്റ് യൂറോപ്യൻ സെറ്റിലേഴ്സ് ഹാഡ് ഓൺ ദ ഇൻഡിജീനിയസ് വേ ഓഫ് ലൈഫ് ത്രൂ വേരിയസ് പോയിൻറ്റ്സ് ഇൻ ഹിസ്റ്ററി. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ക്ലിയറായി മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് യൂറോപ്യൻ സെറ്റിലേഴ്സ് കാനഡിയൻ പീപ്പിളിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയത് എന്നതിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കലി ഇൻഡിജീനിയസ് പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് എ പോസിറ്റീവ് എൻകൗണ്ടർ വിത്ത് ദ ഫസ്റ്റ് സെറ്റിലർ ഡ്യൂ ടു ദെയർ ക്ലാഷ് ഓഫ് ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ഹൗ കമ്മ്യൂണിറ്റീസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഷുഡ് റൺ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടേതായൊരു സംസ്കാരം ഉണ്ട് അല്ലേ, നമ്മുടേതായിട്ടുള്ള കുറച്ച് ചിന്താഗതികളുണ്ട്. അതേപോലെ തന്നെ ഏതൊരു ഇൻഡിജീനിയസ് പീപ്പിളിനും അവരുടേതായിട്ടുള്ള ബിലീഫ്സ് ഉണ്ടാവും, വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ക്ലാഷ് നമുക്ക് ഇതിൽ മൊത്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഇവരെ ഈ ഒരു കമ്മ്യൂണിറ്റീസിന് ഡ്യൂ ടു ദെയർ ക്ലാഷ് ഓഫ് ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ഹൗ കമ്മ്യൂണിറ്റീസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഷുഡ് റൺ. അപ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് ഓരോ വാല്യൂസ് ക്യാരി ചെയ്തിട്ട് ഓരോ ഒരു കമ്മ്യൂണിറ്റീസും അതുപോലെ സ്ട്രക്ചേഴ്സൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന്. പക്ഷെ അതൊന്നും വകവെക്കാണ്ടാണ് നമ്മൾ യൂറോപ്യൻ സെറ്റിലേഴ്സ് ഇവരോട് പെരുമാറിയത്. ചുരുക്കത്തിൽ in this way Armstrong comments on the preservation of history, for her history is preserved through those individuals who have experienced the history first hand. അപ്പോൾ ഇവർ പറയണത് എന്താ വെച്ചാൽ ചരിത്രം നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. പക്ഷെ അതെന്തായിരിക്കണം, അത് ആ ഒരു ചരിത്രം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളുടെ നാവിൽ നിന്നായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ചരിത്രം റെക്കോർഡിക്കലി ആവുമ്പോൾ പലപ്പോഴും അതെന്താണ്, കള്ളത്തരങ്ങളായി മാറാറുണ്ട്. ഉന്നതർക്ക് വേണ്ടിയിട്ട് മാറ്റെഴുതപ്പെട്ട ചരിത്രമാവാൻ സാധ്യതയുണ്ട്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ഓൺലി ത്രൂ അവർ കമ്മ്യൂണിക്കേഷൻ വിത്ത് പീപ്പിൾ, നോട്ട് ആർട്ടിക്രാഫ്റ്റ്, ദാറ്റ് ഹിസ്റ്ററി ക്യാൻ ട്രൂലി ബി പ്രിസർവ്ഡ് ഇൻ ആൻ ആക്യുറേറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ മാനർ. അപ്പോൾ നന്നായി ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയും അല്ലേ, അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ചൂടും ചൂരും നമുക്ക് കിട്ടുക. അല്ലാതെ ചിലപ്പോൾ പലപ്പോഴും പല ചരിത്രങ്ങൾ എന്താണ്, വളച്ചൊടിച്ച ചരിത്രങ്ങളാണെന്നാണ് പറയുന്നത്.
ആർട്ടിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു തിരുശേഷിപ്പ് ഉണ്ടാവുമല്ലോ, അവർ കൊടുക്കുന്ന ചില പ്രൂഫ് എവിഡൻസസ് ഒക്കെ ആയിട്ട് വരുന്നത്, അതിൽ പോലും എന്തുണ്ടാവാം, കള്ളത്തരങ്ങൾ ഉണ്ടാവാമെന്നാണ് പറയുന്നത്. ആംസ്ട്രോം പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഹിസ്റ്റോറിയൻസ് ആൻഡ് അക്കാഡമിക്സ് അപ്രോച്ചസ് ആർട്ടിക്രാഫ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിലിക്സ് വിത്ത് എ വെരി സ്കോളാസ്റ്റിക് ഐ. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് ചരിത്രം എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം എന്ന ചിന്തയോട് കൂടിയിട്ടായിരിക്കും പല ഹിസ്റ്റോറിയൻസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനം നടത്തുന്ന പലവരും പല ചരിത്രങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻ അതർ വേർഡ്സ്, ദിസ് പീപ്പിൾ ഹു ഹാവ് ദ പവർ ടു കൺട്രോൾ ഹൗ ഓർ വാട്ട് ദ ജനറൽ പബ്ലിക് തിങ്സ് അബൌട്ട് ആർട്ടിക്രാഫ്റ്റ്. അതായത് ഇവരുടെ ചരിത്രം എഴുതുമ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് സാധാരണക്കാരന് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന്. അവരുടെ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് അവർ ചെയ്തിട്ടുള്ള ദുഷ്ടതകളും മറ്റു കാര്യങ്ങളൊക്കെ ബഫലോ രോമം വരെ പറിക്കാമെന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും ക്രൂവാലിറ്റിയുടെ അങ്ങേയറ്റാണ്. പക്ഷെ അതൊക്കെ എങ്ങനെ ഒളിപ്പിച്ച് വെച്ച് നല്ല രീതിക്ക് ഇവരുടെ ഭാഗം പ്രസൻറ്റ് ചെയ്യണമെന്ന് അവർക്ക് നന്നായി അറിയാം. അതിനുള്ള പവറും ബുദ്ധിയും അവർക്കുണ്ട്, സ്കോളാസ്റ്റിക് മൈൻഡും അവർക്കുണ്ട്. ഡു നോട്ട് എവറി കൺസിഡർ ദ ഫുൾ സ്റ്റോറി റാദർ ദ ആസെറ്റ്സ്. Do not ever consider the full story. Rather, they assess and analyze this object through a biased historical lens, one that usually tells a history that is not entirely truthful nor accurate. അപ്പോൾ ഇതിൽ ബയാസ്ഡ്, അതായത് ഇതിൽ എപ്പോഴും വിവേചനം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ BA ഹിസ്റ്ററിക്കാരെ പഠിപ്പിക്കുമ്പോഴും പലപ്പോഴും ചരിത്രത്തിൽ ഇത്തരത്തിൽ വരുന്ന കൈക്കടത്തലുകളെ കുറിച്ചിട്ടും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരാറുണ്ട്. അതായത് അവർക്കറിയാം ഇത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ അവർ വെറുക്കപ്പെട്ടവരാകും, ചരിത്രത്തിൽ അവരുടെ സ്ഥാനം വളരെ മോശപ്പെട്ട രീതിക്ക് പോകും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ പവർ ഉപയോഗിച്ചിട്ട് അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും, ചരിത്രത്തിനെ ചെറുതായിട്ട് മാറ്റിക്കളയും, ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ. അപ്പോൾ തീർച്ചയായും യഥാർത്ഥ കാര്യം എന്താണെന്ന് ലോകം ഒരിക്കലും അറിയില്ല. അപ്പോൾ അങ്ങനെ ചരിത്രത്തിലുള്ള ഈ കൈകടത്തലിനെ കുറിച്ചിട്ടും ഇവരുടെ ഈ ഒരു ഭാഗത്തിൽ വളരെ നല്ല രീതിക്ക് തന്നെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. എനിവേ, it's over. Thank you for listening me.